ഉദയവർമ്മയുടെ വിവാഹക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന വസുന്ധരയും കുടുംബാംഗങ്ങളും. ഉദയവർമ്മയ്ക്ക് വിവാഹാലോചന കൊണ്ടുവന്ന പ്രതാപവർമ്മയെ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന യതീന്ദ്രനും കാർത്തികയും. ഉദയവർമ്മയുടെ മനസ്സ് തനിക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്ന പ്രതാപവർമ്മ. മുത്തശ്ശിയെ പരിചരിക്കുന്ന നന്ദന. അവിടെ എത്തുന്ന ഹരിപ്രസാദ്. ഇനി തുടർന്ന് കാണുക. നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത്? അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണ്ടേ? എത്ര ദിവസമായി ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട്? ചേട്ടന് ചായ എടുക്കട്ടെ? അന്നേ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റിയാൽ മതിയായിരുന്നു. ഇതിവിടെ കിടന്ന് വെറുതെ ബില്ല് കൂടുക. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയിരുന്ന കണ്ടീഷനിലായിരുന്നല്ലോ അമ്മ. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ യന്ത്രങ്ങളിലൂടെ അമ്മ കയറ്റി ഇറക്കി. എന്നിട്ടെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല താനും. ഒരു കോളൊത്ത് കിട്ടിയപ്പോ ആശുപത്രിക്കാരെ മാക്സിമം മുതലാക്കുക. പ്രതിഭ പറയുന്നത് ശരിയല്ലേ ഏട്ടാ? ഒരു ഫലമില്ലാതെ വെറുതെ കാശ് കളയണോ? ശരിയാ. ഇതുവരെ മാറ്റമൊന്നും കാണാതെ സ്ഥിതിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത്. അതോ ഏതെങ്കിലും ആയുർവേദ സെന്റർ ട്രൈ ചെയ്യണോ? എന്തിനാ രഘുവേട്ടാ? ഈ മരുന്ന് അത്രയും കയറി ഇറങ്ങിയിട്ട് ഒരു ചെറുവിരൽ പോലും ചലിപ്പിച്ചിട്ടില്ല. അമ്മയുടെ ശരീരം പരീക്ഷണ വസ്തു ആക്കാനാണോ ഉദ്ദേശം? എന്തായാലും പ്രതാപനെ വിളിച്ചൊന്ന് സംസാരിക്കാം. ഏതായാലും അയാളുടെ അഭിപ്രായം ചോദിച്ചില്ലെന്ന് വേണ്ട. പ്രതാപൻ ബിസിയാണോ? പറയേ. അതേ, ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അമ്മയ്ക്ക് ഒരു കുറവുമില്ല. ഡിസ്ചാർജ് വാങ്ങി ഇങ്ങ് കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുക. എങ്ങോട്ട് കൊണ്ടുപോകാനാ പ്ലാൻ? ഉദിയന്നൂരിലേക്ക്. മറ്റെവിടെയാ? ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ബില്ല് കൊടുക്കണം നിങ്ങൾ മക്കളാണെങ്കിലും കാര്യം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ. ഒരു ദിവസം നേരത്തെ വീട്ടിലേക്ക് കെട്ടിയെടുത്താൽ സോറി കൊണ്ടുവന്നാൽ അത്രയും നല്ല. എന്തായാലും അളിയനും കൂടിയേ ഡോക്ടറോടൊന്ന് സംസാരിക്കും. ഞാൻ കോലത്ത് എത്തിക്കോളാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി. നിങ്ങൾ പറയുന്നത് കേട്ടാ ഒരു കോഴ്സ് മെഡിസിൻ കൊണ്ട് മാറുന്ന പനിയാണ് ഭാഗ്യവതിയമ്മയ്ക്കെന്ന് തോന്നുമല്ലോ. അല്ലാന്ന് ഞങ്ങൾക്കും അറിയാം ഡോക്ടറെ. അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. ഏതായാലും ഇത്രയായി. കുറച്ച് ദിവസം കൂടി നോക്കാന്നാ എന്റെ ഒപ്പീനിയൻ. ഇതുവരെ ഇല്ലാത്ത റിസൾട്ട് ഇനിയുണ്ടാവുമെന്ന് ഡോക്ടർക്ക് പ്രതീക്ഷയുണ്ടോ? അതെ, അങ്ങനൊരു ഹോപ്പ് ഡോക്ടർക്കുണ്ടെങ്കിൽ അമ്മ ഇവിടെ കിടക്കട്ടെ. പക്ഷേ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം. അത് ഞാനിങ്ങനെ ഉറപ്പ് പറയും? That's the problem. ഞാൻ മാത്രമല്ല, സീനിയർ ഡോക്ടേഴ്സ് എല്ലാം ഭാഗ്യവതിയമ്മയുടെ കേസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ദിവസവും ഓരോ ടെസ്റ്റ്, ഒബ്സർവേഷൻ. ഹോസ്പിറ്റലിന് ഗുണമുണ്ട്. മിസ്റ്റർ വർമ്മ, അങ്ങനെ പേഷ്യൻസിനെ കൊള്ളയടിക്കുന്ന ഹോസ്പിറ്റൽ അല്ല ഇത്. അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞങ്ങളുടെ വിഷമം രഘു പറഞ്ഞു. That's all. ഓക്കെ, ഞാൻ ഡിസ്ചാർജിന് എഴുതി തരാം. ബട്ട് വൺ കണ്ടീഷൻ. വീട്ടിലെത്തിയാലും ഭാഗ്യവതിയമ്മയെ നന്നായി കെയർ ചെയ്യുമെന്ന് ഉറപ്പ് തരണം. അതിനെന്താ സംശയം? ഉറപ്പ്. ഞങ്ങളുടെ അമ്മയല്ലേ, ഒരു കുറവും വരാതെ നോക്കിക്കൊള്ളാം. നിങ്ങളുടെ ഈ വാക്കിനേക്കാൾ എനിക്ക് വിശ്വാസം നന്ദനയെ. ആ കുട്ടിയുള്ളത് കൊണ്ടാ അമ്മയുടെ കണ്ടീഷൻ വഷളാവാതിരിക്കുന്നത്. We know that very well. വീട്ടിലും നന്ദനയുണ്ട് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ, അല്ലേ രഘു? അതെ. മെഡിസിൻസ് കൃത്യമായി തുടരണം. ഫുഡ് ഞാൻ പറയുന്നത് പോലെ കൊടുത്തിരിക്കണം. പിന്നെ പേഷ്യന്റിനെ കിടത്താൻ വാട്ടർ ബെഡ് മസ്റ്റാ. കുറച്ച് പണച്ചെലവ് വരും. അമ്മയുടെ കാര്യത്തിൽ പണം ഞങ്ങൾക്കൊരു വിഷയമല്ല ഡോക്ടർ, അല്ലേ ഏട്ടാ? ഷുവർ. എല്ലാം ഡീറ്റെയിൽഡായി ഞാൻ കുറിച്ച് തരാം. അപ്പോ അമ്മയെ കൊണ്ടുവരുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. താങ്ക് യു ഡോക്ടർ. എന്താ ഇതുവരെയുള്ള ബില്ല് നോക്കാൻ ഇവർ പറഞ്ഞിരുന്നു ഡോക്ടർ? അത് ശരി, അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് എന്നോട് അഭിപ്രായം ചോദിച്ചത്. അല്ല, അത് പിന്നെ എവിടെ നോക്കട്ടെ?
ശരി ഡോക്ടർ. അയ്യോ, 3,97,431 രൂപ. ഇതെന്തൊരു ബില്ല ദൈവമേ. ഇതേ ആശുപത്രിക്കാർക്ക് തെറ്റിയതായിരിക്കും. 30,000 രൂപയായിരിക്കും ബില്ല്. ഇത്രയും ദിവസത്തെ ബില്ല് 30,000 രൂപയോ? പ്രതാപേട്ടൻ എന്തേ പറയുന്നേ? മാനേജരെ കണ്ട് സംസാരിച്ച തുകയിൽ എന്തെങ്കിലും കൺസെഷൻ തരില്ലേ? അവസാനത്തെ 431 രൂപ കുറക്കുമായിരിക്കും. എന്തിനാ നക്കാപ്പിച്ച? എന്നാലും 3,97,431 രൂപ എന്നൊക്കെ പറഞ്ഞ 4,500,000 രൂപയുടെ കുറവേ ഉള്ളൂ. ഇന്നത്തെ ബില്ല് കൂടി ആവുമ്പോ അതിനപ്പുറം പോവും. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ബില്ലിൽ പറയുന്ന എമൗണ്ട് അടക്കാതെ അമ്മയെ കൊണ്ടുവരാൻ പറ്റില്ല. അടയ്ക്കണം. അതാർക്കറിയാൻ പാടില്ലാത്തത്? ആരിത്രയും പൈസ അടയ്ക്കും അത് പറ. നിങ്ങൾ 2 മക്കളല്ലേ നിൽക്കണത്? ഞങ്ങളുടെ മാത്രം അമ്മയല്ലത്. മക്കളായിട്ട് നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. തൃശ്ശൂർ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന വിദ്യയുടെ കയ്യിൽ എവിടെന്നാ പൈസ എന്ന് പറഞ്ഞ എങ്ങനെയാ? വിദ്യേച്ച് മൂത്ത മകളാ. ഒരാവശ്യം വന്നപ്പോ മൂത്ത മകളായി. ആങ്ങളമാരെ എന്തുട്ടാ ഉരുട്ടി കൊടുത്തിരിക്കണത്? അതിനെ ഞങ്ങൾക്കും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതിന് കിട്ടുമല്ലോ. അതിനൊരു ധാരണ ആക്കിയിട്ടില്ല നിങ്ങളുടെ അമ്മ കെടുപ്പിലായത്. ആശുപത്രി ബില്ല് അന്നേരം അടച്ചു തീർത്താ മതിയോ? ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാന്ന് ആലോചിക്കും. മുത്തശ്ശിരെ പേരക്കുട്ടി ഉണ്ടല്ലോ ആശുപത്രിയില്, അവള് പൈസ കൊടുക്കട്ടെ. 70 ലക്ഷം രൂപയുടെ അവകാശിയല്ലേ അവളിപ്പോ. പോരാത്തതിന് 1.25 ഏക്കർ വേറെയും. മര്യാദയ്ക്ക് ബില്ലടക്കാൻ പറയാം അവളോട്. ഞാനും അത് തന്നെ പറയുന്നത്. പക്ഷെ അതിലൊരു അപാകതയുണ്ട്. സേതുലക്ഷ്മിയുടെ വിൽപത്രത്തിന്റെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് പക്ഷേ നമുക്ക് മാത്രം അറിയാവുന്ന കാര്യമാ. സേതു വന്ന് വിൽപത്രം എഴുതി വെച്ചൂന്നും അതിൽ പ്രകാരം 70 ലക്ഷവും 1.5 ഏക്കറും ഉണ്ടെന്നും നന്ദനി ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മളായിട്ട് അതവളെ അറിയിക്കണോ? നാളെ ആയാലും അറിയില്ലേ പ്രതിഭേ? ആ വക്കീൽ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ലേ? അത് നാളത്തെ കാര്യം. വക്കീലിന്റെ മനസ്സിനി ഇടയ്ക്ക് മാറിയാലോ? പ്രദീപ് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. ആ, നമ്മളായിട്ട് പുതിയൊരു വഴി അടക്കണ്ട. അതും ഓക്കെ. എന്നാ പറ, ഇപ്പൊ ആര് ക്യാഷ് അടക്കും? ചേട്ടൻ ഒരു തുകയിട്, ബാക്കി ഞാനിടാം. ആദ്യം നീയൊരു തുകയിട്, ബാലൻസിന്റെ കാര്യം ഞാൻ നോക്കാം. അപ്പൊ വിദ്യയെടുത്തിയോ? ഒരു ഷെയർ അവളും തരും. അത് പിന്നെ ഞാൻ ചേച്ചിയോട് സംസാരിച്ചോളാം. തറവാട്ടിൽ താമസിക്കുന്നത് രഘുവാ. അതുകൊണ്ട് മേജർ പോർഷൻ എടുക്കേണ്ടതും നീയാ. അതെവിടുത്തെ ന്യായമാണ്? അതൊന്നും പറ്റില്ല. ഇവിടെ താമസിക്കുന്നു കരുതി കുരിശ് എന്റെ തോളെ ചാരണ്ട. ആഹാരവും വസ്ത്രങ്ങളും ഉൾപ്പെടെ അമ്മയുടെ എല്ലാ ആവശ്യങ്ങളും ഇതുവരെ നോക്കിയിട്ടുള്ളത് ഞാനാ. പിന്നെ ഈ ആളിവിടെ 3 നേരവും അമ്മയ്ക്ക് പഞ്ചാമൃതം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ. അക്കാര്യം പറയില്ലേ രഘു? എന്നാ പിന്നെ അമ്മ ആശുപത്രി കിടക്കട്ടെ. ആരും അനങ്ങണ്ട, തിരിഞ്ഞു നോക്കുകയും വേണ്ട. പ്രശ്നം തീർന്നല്ലോ. കാര്യം പറയുമ്പോ നീ എന്തിനാ ഷൗട്ട് ചെയ്യുന്നത്? ഞാനൊരു പോംവഴി പറയാം. മരുമകനാണെങ്കിലും മനുഷ്യപ്പറ്റില്ലാത്തവനല്ല ഞാൻ എന്ന് വെച്ച് ത്യാഗം ചെയ്യാൻ മഹാനുമല്ല. പ്രതാപൻ, കാര്യം പറ. നിങ്ങളുടെ അമ്മയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വിദ്യാഭാരതിയുടെ വക ഒരു സംഭാവന ഉണ്ടായിരിക്കും. വിദ്യയോട് ആലോചിക്കാതെ ഞാനിത് പ്രഖ്യാപിക്കുന്നത് എന്റെ മനസ്സാക്ഷി. പക്ഷെ ഒരു കാര്യമുണ്ട്, കോലോത്ത സ്വത്ത് മൊത്തത്തിൽ ഭാഗം വെക്കുന്ന ഒരു ദിവസം വരുമല്ലോ. അന്ന് ഞാനിപ്പോ മുടക്കുന്ന വിഹിതത്തിന്റെ തോതനുസരിച്ച് എനിക്കുള്ളത് കിട്ടിയിരിക്കണം. മണ്ണിരയെ കൊരുത്തിട്ട് ശ്രാവനെ പിടിക്കാനുള്ള പരിപാടി അത് നടക്കില്ല പ്രതാപ. എന്നാ പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്യ്. നിങ്ങളുടെ അമ്മയെ കുറിച്ച് കഷ്ടപ്പെടാനൊന്നും എനിക്ക് വയ്യ. എനിക്കും ഇല്ല. എനിക്ക് തീരെമില്ല. നിങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? പിന്നല്ലാതെ എല്ലാത്തിനും ഒരു മര്യാദ ഇല്ലേ? ആശുപത്രി ബില്ലല്ലേ ഇപ്പോഴത്തെ പ്രശ്നം. അതെന്തായാലും അടച്ചേ പറ്റൂ. 4 ലക്ഷം രൂപയല്ലേ വേണ്ടത് പ്രതിഭേ? അതാര് കൊടുക്കും? അതിനൊരാള് തയ്യാറായാലോ? അതാരെ അത്രയും പൈസ മുടക്കാൻ തയ്യാറായിട്ടുള്ളത്? ഞാൻ. പ്രതിഭേ, നീ തമാശ പറയണോ? അല്ല രഘുവേട്ടാ, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ആരും ഷെയർ ഇടണ്ട. ആ പണം ഞാൻ അടച്ചോളാം. ആശുപത്രിയിലെ ബാക്കി കാര്യങ്ങളെ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ.
പ്രതിഭേ, നീ നിന്നെ. ഇവൾക്ക് എവിടുന്ന ഇത്രയധികം കാശ്? പ്രതിഭേ, നിനക്കെന്താ വട്ട് പിടിച്ചോ? വെറുതെ ഓരോ കാര്യങ്ങൾ കയറി ഏറ്റിട്ട്. വെറുതെ അല്ല രഘുവേട്ടാ. പിന്നെ നീ എന്ത് കണ്ടിട്ടാ ബില്ലടയ്ക്കാൻ പൈസ കൊടുക്കാൻ നേട്ടത്? ദേ, എന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ നടക്കില്ല, അത് ഞാൻ പറഞ്ഞേക്കാം. രഘുവേട്ടനെ ഒരു പൈസ പോലും എടുക്കണ്ട. അല്ലെങ്കിൽ ഞാനതിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? എല്ലാത്തിനുള്ള വക എന്റെ കയ്യിലുണ്ട്. മാറി നിൽക്ക്. ദാ നോക്ക്, ഇതിന്റെ പകുതി പോരെ 4 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ? പ്രതിഭ, ഇത്രയും സ്വർണം എവിടുന്നാണിത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ മാത്രമായിരുന്നില്ല ഇവിടെ. വെറുതെ ഇരുന്നപ്പോ വീടിനകത്തൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. സേതുവിന്റെ റൂമിലെ ഷെൽഫീന്ന് കിട്ടിയതാ. സേതുവിന്റെ സ്വകാര്യ സ്വത്ത് രഹസ്യമായി സൂക്ഷിച്ചതാ. സേതു അധികം ആഭരണങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അറിയാതിരുന്നത്. ഇനി ഇതിന്ന് കുറെ എടുത്ത് വിൽക്കോ പണയം വെക്കോ ചെയ്താലും ബിൽ തുക അടയ്ക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കണോ? എന്തിനാ ഈ സ്വർണത്തിന്റെ കാര്യം മറ്റുള്ളവർ അറിയുന്നത്? ഇത് ഇതേപടി പ്രതിഭ സൂക്ഷിച്ചു വച്ചേക്ക്. എന്തായാലും ആശുപത്രിയിൽ പൈസ അടയ്ക്കണം. നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയാലും നല്ലൊരു തുകയും രഘുവേട്ടന്റെ തലയിലാവും. അത് തിരിച്ചു കിട്ടോ? ഒരിക്കലും ഇല്ല. വല്യേട്ടൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? മണ്ണിരയെ കോർത്തിട്ട് സ്രാവിനെ പിടിക്കുന്ന പരിപാടി. നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആശുപത്രിയിലെ ഫുൾ ബിൽ തുക അടച്ചാൽ നമുക്കതെന്നും മേൽക്കൊയ്യായിരിക്കും. നാളെ ഓഹരി പ്രശ്നം വരുമ്പോ പലിശയും പലിശയും ചേർത്ത് നമുക്കത് സ്വത്തിന്ന് തിരിച്ചു പിടിക്കാം. ഒരാൾക്കും എതിരു പറയാൻ പറ്റില്ല. ഇവിടുത്തെ മക്കളിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആളാവും രഘുവേട്ടൻ. നിങ്ങളുടെ വല്യേട്ടൻ ബബ്ബാന്ന് നിൽക്കും. പ്രതാപേട്ടന്റെ നാവും പൊങ്ങില്ല. അമ്മയ്ക്ക് വേണ്ടി കാശ് മുടക്കിയതിന്റെ കണക്കും പറഞ്ഞ് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. ആ, ഒരു കാര്യം കൂടി, ഇങ്ങനൊരു സ്വർണം നമ്മൾ ഇവിടെ കണ്ടിട്ടുമില്ല, ഈ കാര്യം അറിയുകയില്ല. നമ്മൾ ആരോടും ഒന്നും മിണ്ടുന്നുമില്ല. മനസ്സിലായല്ലോ? എന്നാ വാ. ഇവിടെ താമസമൊന്നുമില്ല. എന്തായാലും പ്രതിഭ ഓർക്കാപ്പുറത്ത് കയറി വല്ലാണ്ട് അങ്ങോട്ട് സ്കോർ ചെയ്ത് കളഞ്ഞല്ലോ വെല്ലുവിളിയ. അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സൂത്രക്കാരിയാ അവള്. ഞാൻ ചോദിച്ചപ്പോഴേ തെന്നി മാറി. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്ത് കാണാനാ പ്രതാപ? അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മളും മനസ്സിൽ കാണും. അല്ല, രഘുനാഥൻ അവിടെ ബില്ലടയ്ക്കാ? ആ, വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. റൂമിലേക്ക് പോവാം. കൊണ്ടുപോകാനുള്ള മരുന്നിന്റെ വില ഉൾപ്പെടെ മുഴുവൻ പണം അടച്ചു. അല്ല, ആംബുലൻസിലല്ലേ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അതിനുള്ള പണവും മുൻകൂറായി പേ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അതിനൊരു തർക്കാവില്ലേ? വാട്ടർ ബെഡ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർമാർ അങ്ങനെ പലതും പറയും, അതെല്ലാം നമ്മൾ കേൾക്കണോ? അല്ല, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ചേട്ടൻ വാട്ടർ ബെഡിനുള്ള പൈസ അങ്ങ് മുടക്കും. ഇതിവിടെ വെക്കാണേ, എടുക്കാൻ മറക്കരുത്. എന്താ സിസ്റ്റർ? അമ്മയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാനുള്ള മരുന്നുകളാ. ഡോസേജ് എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനോ? അമ്മയെ വീട്ടിലേക്ക് മാറ്റുക. വീട്ടിലേക്ക്? അതെന്തിനാ? ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് എന്താ മെച്ചം? പക്ഷെ മുത്തശ്ശിയുടെ അസുഖം മാറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ കിടന്നാലും വലിയ പ്രതീക്ഷ വേണ്ടെന്നാ ഡോക്ടർ പറയുന്നത്. നല്ലതുപോലെ കെയർ ചെയ്താ മുത്തശ്ശിക്ക് മാറ്റം ഉണ്ടാവുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞല്ലോ.
കെയറിങ് വീട്ടിലും കൊടുക്കാമല്ലോ. പക്ഷേ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അല്ലാതെ വെറുതെ ഓരോന്ന് പറയല്ല. വളരെ സാവകാശത്തിലെ അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ. അതിനെ ഇവിടെ കിടക്കണമെന്നില്ല, നല്ലപോലെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ബില്ല് മുഴുവൻ ഞാൻ അടച്ചു കഴിഞ്ഞു. അപ്പോൾ എടുക്കാനുള്ളതെല്ലാം പാക്ക് ചെയ്തോളൂ. അതോ ആശുപത്രി കിടന്നാലേ അമ്മയെ നോക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ വേഗോട്ടെ. അമ്മയുടെ റൂം ശരിയാക്കിയിട്ടുണ്ടോ? രാവിലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ആ എന്നാ പിടിച്ചേ. അമ്മ കരയുന്നുണ്ടല്ലോ. ആംബുലൻസിൽ നിന്ന് ഇറക്കിയ വഴിക്ക് ശരീരം നൊന്തു കാണുമോ? അതുകൊണ്ടല്ല, ഇടയ്ക്കിങ്ങനെ കണ്ണുനീര് വരും. അമ്മ ഇടയ്ക്ക് മുഖമൊന്നും തിരിക്കുക പോലും ചെയ്തിട്ടില്ലേ നന്ദനെ? ഇല്ല, കണ്ണ് തുറക്കുന്ന അടയ്ക്കുന്ന അല്ലാതെ ഒരു ചലനവും ഇല്ല. എന്തിനാ മുത്തശ്ശി കരയുന്നേ? നമ്മള് വീട്ടിലെത്തി. അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അല്ല, ഭാസ്കരൻ ഇവിടെ ഒരാവശ്യം നോക്കി അയാളെ കാണില്ല. വില്ലേജ് ഓഫീസിൽ കരവടയ്ക്കാൻ പോയിക്ക. നിങ്ങൾ ഇത്ര നേരത്തെ അമ്മയും കൊണ്ടുവരുന്ന അറിഞ്ഞില്ല. ഭാസ്കരേട്ടൻ വരട്ടെ. നന്ദനയുടെ കട്ടിലൂടെ ഈ മുറിയിലേക്ക് എടുത്തിടണം. കട്ടില് വേണ്ട, ഞാൻ ഷീറ്റ് വരച്ച് താഴെ കിടന്നോളാം. അയ്യോ, താഴെ നല്ല തണുപ്പായിരിക്കും. സാരല്ല, ഒരു കട്ടിലൂടെ ഇട്ടാ മുറിയിൽ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. ഒരു കണക്കിന് ശരിയാ. കട്ടിലും മെത്തയിട്ടാലും നന്ദനയ്ക്ക് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അമ്മയെ നോക്കണ്ടേ? മുത്തശ്ശിയെ ദിവസവും തിരിച്ചും മറിച്ചും കിടത്തണം. ഒരേ കിടപ്പ് കിടന്ന ചിലപ്പോൾ ശരീരം പൊട്ടാനിടേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനെന്താ, കിടത്തണം. അതിന് അമ്മായി കൂടെ പിടിക്കണം. ഞാനോ? എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. ആശുപത്രിയില് സിസ്റ്റർമാർ സഹായിക്കുമായിരുന്നു. അതിനെന്താ, പ്രതിഭ ഹെൽപ്പ് ചെയ്യും. എന്തോ വിഷമമുണ്ട് മുത്തശ്ശിക്ക്. പിന്നെയും കണ്ണു നിറയുന്നു. ചിലപ്പോ വീട്ടിൽ തിരിച്ചെത്തിയതിന്റെ സന്തോഷം കൊണ്ടായിരിക്കും നന്ദനെ. എന്താ മുത്തശ്ശി ഇത്? ഞാനില്ലേ മുത്തശ്ശിക്ക്? ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് അമ്മായി. അത്രയ്ക്ക് കഷ്ടാ വിദ്യേര അമ്മയുടെ അവസ്ഥ. കണ്ണും മിഴിച്ച് ദേ ഇങ്ങനൊരു കെടുപ്പ. വല്ലതും കേൾക്കണുണ്ടോ, വല്ലതും കാണുന്നുണ്ടോ, ദൈവത്തിന് മാത്രം അറിയാം. അമ്മായി, എന്റെ കൊടുങ്ങല്ലൂരമ്മേ, എന്തിനാ അവരെ കെടുത്തി ഇങ്ങനെ പരീക്ഷിക്കണ്? എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കി തരണേ. തീർപ്പുണ്ടാക്കി തരണോന്നോ? അതെന്താ പ്രതാപ? എന്ന് വെച്ചാ അസുഖത്തിന്റെ കാര്യത്തിലേ. ഭാഗീരഥി അമ്മ ഇപ്പൊ ആശുപത്രിയിലോ വീട്ടിലോ? വീട്ടില്. ആശുപത്രിക്കാരോട് ഞാൻ ആവുന്നതും പറഞ്ഞു, ഡിസ്ചാർജ് ചെയ്യണ്ട, അവിടെ കിടന്നോട്ടെ എന്ന്.
ബില്ല് കുറച്ച് കൂടുന്നല്ലേ ഉള്ളൂ. ബില്ലല്ലോ, നമുക്ക് നമ്മുടെ അമ്മയല്ലേ വലുത്, ബില്ലല്ലോ. പക്ഷെ ഡോക്ടർമാർക്ക് ഒരേ ഒരു നിർബന്ധം, ഡിസ്ചാർജ് ചെയ്യണം, വീട്ടിലെ ശുശ്രൂഷ മതിന്ന്. അങ്ങനെ ഉദയന്നൂർക്ക് കൊണ്ടുപോയി. എന്താ ചെയ്യാ? പണ്ട് വണ്ണം കൂടുതലുള്ള പ്രകൃതമായിരുന്നു, ഇപ്പോഴോ? തടിക്കിപ്പോഴും വലിയ കുറവൊന്നുമില്ല, അതിന്റെ ദുരിതം വേറെ. ഇതൊക്കെയാണെങ്കിലും ഈ അവസ്ഥയിൽ നോക്കാൻ കോലത്ത് ആരുണ്ട് പ്രതാപ? അവിടെ ആ വിദ്യയുടെ അമ്മയുടെ ഭാഗ്യം. 24 മണിക്കൂറും അടുത്തിരുന്ന് പരിചരിക്കാൻ അവിടെ ആളുണ്ട്. നന്ദന, വിദ്യാഭാരതിയുടെ മകളെ. ആ കുട്ടി നോക്കിക്കോളൂ. നോക്കിക്കോളൂന്ന് 2 കണ്ണും 2 കൈയും മാത്രല്ല, 4 കണ്ണും 4 കൈയും സ്വന്തം മുത്തശ്ശിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. ആശുപത്രിയിലും നന്ദനിയായിരുന്നു പരിചരണം. എന്നാ അതിന്റെ ഒരു മുഴിച്ചിലാവട്ടെ വല്ലായ്മയാവട്ടെ ആ കുട്ടിയുടെ മുഖത്ത് തീരില്ല. സ്വന്തം തന്തയും തള്ളയെ അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയി തള്ളുന്ന കാലവാ. ഇങ്ങനെയും കുട്ടികളുണ്ടല്ലോ. ഉണ്ട്, അതാണ് നന്ദന.